ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു VVS വേൾഡ്. VVS വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ തമിഴിൽ കണ്ടു കാണുമല്ലോ, എങ്ങനെ ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ നമുക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം കൂളായിട്ട്. എല്ലാവർക്കും, അതായത് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ എന്തെങ്കിലും മെയില് കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ. അല്ലേ, നമ്മൾ മെയില് ഞാനിപ്പം എന്റെ ബോസിനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനൊക്കെ മെയിൽ ചെയ്യുമ്പോൾ എനിക്ക് ഗ്രാമർ മിസ്റ്റേക്ക് എന്നുള്ളൊരു വലിയ ഫാക്ടർ തന്നെയാണ്. അപ്പം ശരിക്കും പേടിയുള്ളൊരു സംഭവമാണ്. അപ്പം ആ ഒരു പേടിയില്ലാതെ അല്ലെങ്കിൽ കൂളായിട്ട് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ മെയില് കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്, ഒരു ട്രിക്കുണ്ട്. ആ ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ എങ്ങനെ നല്ല കിട്ടിലുമായിട്ട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം, മെയിലായിട്ടും ബാക്കി അയക്കാനും മെസ്സേജസ് അയക്കാനൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെ കിട്ടിലുമായിട്ട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വരുന്നത്. അപ്പൊ നമുക്ക് ഞാൻ വലിച്ചു നീട്ടുന്നതിന്റെ കൂടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ കയറി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നുണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നേരെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗ്രാമർലി എന്ന് ടൈപ്പ് ചെയ്തിട്ട് കണ്ടല്ലോ, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോളൂ. ഗ്രാമർലി എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഇതൊന്ന് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട്. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ സോഫ്റ്റ്വെയറിലോട്ട് കിടക്കുവാണ്. അപ്പം സോഫ്റ്റ്വെയറിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നൊരു ഇൻ്റർഫേസ് ഇതാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് പോകാം. അപ്പോൾ ഇതിൽ നമുക്ക് ഗൂഗിൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ, കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക്, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ താഴെ നോട്ട് നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ നോട്ട് നൗ കൊടുത്തിട്ട് കയറിയാലും മതി. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം പിന്നീട് വരുന്ന ഓപ്ഷൻസ് എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് പോവുക. അപ്പം നെക്സ്റ്റ് സ്റ്റേജിൽ വരുമ്പം കണ്ടല്ലോ, കീബോർഡിൻ്റെ ഒരു ഓപ്ഷൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ ഗ്രാമർലി എന്നുള്ള സംഭവം ഓഫായിട്ടാണ് കിടക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മളത് ഓൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻ്റർഫേസ് ഈ ഒരു മോഡലിൽ വരും. ഇതെല്ലാം നമ്മൾ ഓക്കെ അടിച്ച് പോവാം. ഇതിപ്പോൾ നമ്മുടെ കീബോർഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി, ഇപ്പോൾ നോർമലി ഇതിൽ ഫോണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള കീബോർഡാണ് ഉള്ളത്. അപ്പോൾ നമ്മളത് മാറ്റി ഗ്രാമർലിയുടെ കീബോർഡിലോട്ട് മാറ്റി കൊടുക്കുക. ചേഞ്ച് ചെയ്ത് ഗോട്ടിട്ട് കൊടുത്ത് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാം. അത് കഴിഞ്ഞുള്ള ഇൻ്റർഫേസ് ഇതാണ്. ഇതിൽ വേറെ ഒന്നുമില്ല. ഫസ്റ്റ് കീബോർഡ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് ഉണ്ടല്ലോ, അത് വൈറ്റ് കളറും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ വിഷയം ഇതൊന്നും അല്ലല്ലോ അല്ലേ. നമുക്ക് എങ്ങനെ ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം സോഫ്റ്റ്വെയർ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതെന്നല്ലേ നമ്മൾ അറിയേണ്ടത്. ഇതിന് വേറെ ഒന്നുമില്ല. നമുക്കിപ്പം ഇനിയിപ്പം വാട്സപ്പോ മെയിലോ ഏതെടുത്താലും നമുക്ക് ഈ ഗ്രാമർലിയുടെ ഈ ഒരു കീബോർഡായിട്ടും വരും. ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് മെയിൽ എടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ മെയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സംഭവം വരുന്നതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ മെയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെയിൽ കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പം മെയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. ഇപ്പോൾ ഇത് ഈ കാണിക്കുന്നതാണ് ഗ്രാമർലിയുടെ കീബോർഡാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാണ്. കണ്ടല്ലോ, മൈ നെയിം ആർ ശ്രീജിത്ത് എന്നാണ് ഞാനിപ്പം ടൈപ്പ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതിൽ കണ്ടല്ലോ 2 മിസ്റ്റേക്സ് കണ്ടിട്ടുണ്ട്. കണ്ടോ, അതാണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത് ഗ്രാമർലിയുടെ ഇതിൽ. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം എന്തൊക്കെയാണ്, ഫസ്റ്റത്തത് ഈസ്, അതായത് മൈ നെയിം ഈ ശ്രീജിത്ത് എന്നാണ് വരുന്നത്. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് മൈ നെയിം ആർ ശ്രീജിത്ത് എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഈസിലോട്ട് വരും. പിന്നെ ഒന്നുണ്ട് ശ്രീജിത്ത്, അത് ഓട്ടോമാറ്റിക്കലി എന്തായാലും ഗൂഗിളിൻ്റെ ഇതിലൊന്നും വരത്തില്ല, എൻ്റെ പേരല്ലേ. അപ്പം അത് നമുക്ക് താഴെ ഡിസ്മിസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ടൈപ്പ് ക്ലിയർ ചെയ്യാം. കണ്ടല്ലോ, ഇപ്പോൾ മൈ നെയിം ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞു. ഇപ്പം ഇത് നോക്കിക്കോളൂ, നമ്മളിപ്പോൾ ഒരു സ്പേസ് ഇട്ടു. നമ്മളിപ്പോൾ ഒരു സ്പേസ് ഇവിടെ ഇട്ടു. കണ്ടല്ലോ, മൈ നെയിം ഈ ശ്രീജിത്ത് എന്ന് ഞാൻ ഒരു സ്പേസ് ഇട്ടിട്ട് ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ട് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ആ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഈ സോഫ്റ്റ്വെയർ തന്നെ ആ സ്പേസ് ഒഴിവാക്കി ഫുൾ സ്റ്റോപ്പ് ഇപ്പുറത്തോട്ട് വരും. അതാണ് ഇതിലൊരു ഫീച്ചർ വരുന്നത്. കണ്ടല്ലോ, മൈ നെയിം ഈ ശ്രീജിത്ത്, അതായത് ഗ്രാമർ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തിട്ട് വന്നു. ഇനി അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഐ ആം ഫ്രം കേരള. അപ്പം കേരള എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാനിത് കേരള എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കിക്കഴിയുമ്പം കേരള എന്ന് പറഞ്ഞത് ഒരു എന്താ പറയുക ഒരു സ്ഥലത്തിൻ്റെ പേരായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റലിൽ വേണം ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ അതാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഐ ആം ഫ്രം കേരള എന്ന് വരുമ്പം അതിൽ കേരളം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം ക്യാപിറ്റൽ ലെറ്റർ വേണം കെ. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടല്ലോ ഐ ആം ഫ്രം കേരള എന്ന് വരും. അപ്പം ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പോൾ ഇനി ധൈര്യമായിട്ട് നിങ്ങൾ എന്താ പറയുക ടൈപ്പ് ചെയ്യും, മെയിൽസും മെസ്സേജസൊക്കെ ധൈര്യമായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ അയക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ വലിയ സംഭവമായിട്ടുള്ള ഒന്നുമല്ല, കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും തോന്നിയത് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് വരാവുന്നതാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.